ഞാൻ കഴിച്ചു തീരുന്നതുവരെ എൻ്റെ അടുത്ത് ഇരുന്നോണം. എവിടെയും പോകരുത്. രാത്രി എടുത്തു കിടത്താൻ അവൾക്ക് ഞാൻ വേണം. അല്ലാത്ത ടൈമിലൊക്കെ ഞാൻ പുറത്ത്. അവൻ പറയുന്നത് കേട്ടതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. എന്താടി കണ്ണുരുട്ടി പേടിപ്പിക്കുന്നേ? അവളുടെ നോട്ടം കണ്ടതും അവൻ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവളൊന്നുമില്ലെന്ന് തലയനക്കിക്കൊണ്ട് അവനിൽ നിന്നും തിരിഞ്ഞു നിന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ നീണ്ട മുടിയേകളിലേക്ക് പാറി വീണു. യക്ഷി, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു തീർത്തു. അവൻ കഴിച്ചു കഴിഞ്ഞതും അവൾ അവിടം എല്ലാം ക്ലീൻ ചെയ്യാനായി നിന്നു. അപ്പോഴേ അവിടെ നിന്ന് പോവാതെ നിൽക്കുന്നവനെ അവൾ തിരിഞ്ഞൊന്നു നോക്കി. ഇനി വല്ലതും വേണോ? അവൾ പതിയെ ചോദിച്ചു. ആ വേണം. എനിക്കെൻ്റെ ഭാര്യയെ കൂടി കിട്ടിയിട്ട് വേണം റൂമിലേക്ക് പോവാൻ. അവൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ പകപ്പോടെ അവനെ ഉറ്റുനോക്കി. യക്ഷി തന്നെ, അവൻ മനസ്സിൽ പറഞ്ഞു. നിന്നെൻ്റെ ചോരയൂറ്റാതെ പെട്ടെന്ന് തീർത്തിട്ട് വാടി യക്ഷി, പറഞ്ഞുകൊണ്ടവൻ പുറത്തേക്ക് നടന്നു. ആദ്യം അവളൊന്ന് അമ്പരന്ന് പോയെങ്കിലും അറിയാതെ അവളിലും ഒരു ചിരി വിരിഞ്ഞു. അതേ നിമിഷം തന്നെ അവൻ എന്തിനാണ് പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞതെന്ന ഒരു ഭയം അവളെ പൊതിഞ്ഞു. അതിൽ പിന്നെ പണികളെല്ലാം അവൾ വളരെ പതിയെയാണ് തീർത്തത്. മുകളിലേക്ക് നടക്കുമ്പോൾ കാലുകൾ വിറകൊള്ളുന്നത് അവൾ അറിഞ്ഞു. റൂമിലേക്ക് കയറിയതും ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുന്നവനെ അവളൊന്ന് നോക്കി. അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടതും അവൾക്ക് ആശ്വാസം തോന്നി. അവൾ പതിയെ അലമാരയിൽ നിന്നും കിട്ടിയൊരു ജോഡി ഡ്രസ്സ് എടുത്ത് ധൃതി പിടിച്ച് ബാത്റൂമിലേക്ക് കയറി. അവളുടെ ആ പരവേശവും വെപ്രാളവുമെല്ലാം ആ ഒരുവന്റെ മെയ്കൾ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. അവൾ ഇറങ്ങി വരുമ്പോൾ അവൻ കിടന്നിട്ടുണ്ടായിരുന്നു. ഫോണിൽ അവൾ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. പിന്നെ പതിയെ അവനെ ഉണർത്താതെ നിരങ്ങി ബെഡിലേക്ക് കയറി ചുമരോട് ചേർന്ന് കിടന്നു. അതറിഞ്ഞതും അവൻ്റെ മുഖത്തെ ചിരിയുടെ ഭംഗി കൂടി. AC-യുടെ തണുപ്പിൽ അവൾ ചുരുണ്ടു കിടന്നു. തണുപ്പ് സഹിക്കുന്നില്ലെന്ന് കണ്ടതും അവൾ അവനെ തട്ടാതെ ബെഡിൽ നിന്നിറങ്ങി അലമാര തുറന്ന് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അത് പുതച്ചു. വൈകി ഉണരും മുൻപ് കാശിയാണ് എണീറ്റത്. തലയണയിൽ മുഖമമർത്തി കമഴ്ന്നു കിടക്കുന്നവൻ കണ്ണു തുറന്നതും വൈകിയുടെ മുഖമാണ് കണ്ടത്. അവൻ്റെ കണ്ണുകൾ വൈകിയുടെ മുഖത്തേക്ക് മാത്രമായി. അയകൊത്ത നീണ്ട മെയ്കളും തിങ്ങിയ കൺപീലികളും കൊത്തിവെച്ചതുപോലുള്ള മൂക്കും അത്രമേൽ ഭംഗിയുള്ള സ്ട്രോബെറി പോലുള്ള അധരങ്ങളും. അവൻ്റെ ഹൃദയമൊന്ന് തുടിച്ചു. അവൻ്റെ കണ്ണുകൾ അവൾ പുതച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിലേക്ക് പോയി. എല്ലാവരും കഴിക്കാനിരുന്നതിന് ശേഷമാണ് വർക്കൗട്ട് കഴിഞ്ഞ് കാശി വരുന്നത്. കൂടെ ആദിയുമുണ്ട്. കാശി നേരെ പോയി വൈകിയുടെ അടുത്തിരുന്നു. മോൾക്കെന്നാണ് ലീവ് തീരുന്നത്? വിശ്വനാഥൻ ചോദിച്ചു. ഒരാഴ്ച കൂടിയുണ്ട്. ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുകയാണ് വൈഗ. അതേ കോളേജിൽ തന്നെയാണ് ആദിയും. ഞാനും ഏട്ടത്തിയും ഒരുമിച്ചാവും ഇനി മുതൽ പോവുക. ആദി പറഞ്ഞുകൊണ്ട് ആലിയെ നോക്കി പുച്ഛിച്ചു. അവളത് കാണാത്തെയും കേൾക്കാത്തെയും ഭാവത്തിലിരുന്നു. അവളെ നീ കൊണ്ടുപോകണ്ട, അവളുടെ കെട്ടിയൻ കൊണ്ടുപോട്ടെ. അത് കേട്ടതും ആലി സന്തോഷത്തോടെ അവൻ്റെ നേർക്ക് ഒരു ലോഡ് പുച്ഛം വിതറി. അവരുടെ കോളേജിനടുത്ത് തന്നെയാണ് മേലപ്പാട്ടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അത് കേട്ടതും കാശിയുടെ മുഖം വിടർന്നു. ആഹാരം മുൻപിൽ ഇരുന്നിട്ടും ഒന്നും കഴിക്കാനാവാത്ത അവസ്ഥയിൽ അവൾ ഇരുന്നു. ഈശ്വര, ഈ കലിപ്പൻ്റെ കൂടെ ഞാനെങ്ങനെ പോവും? ഇയാൾ എന്നെ എടുത്ത് വല്ലയിടത്തും കൊണ്ടിടും, അവൾ മനസ്സിൽ നൊടിഞ്ഞു. മുത്തശ്ശിയുടെ റൂമിലായിരുന്നു വൈകിയും സാവിത്രിയും. ബാക്കിയുള്ളവർ കമ്പനിയിലേക്ക് പോയിരിക്കുകയാണ്. ആദിയും ആലിയും കോളേജിലേക്കും പോയി. അവരില്ലെങ്കിൽ അവൾ മുത്തശ്ശിയുടെയും അമ്മയുടെയും കൂടെയായിരിക്കും. 2 ദിവസം കൂടിയുണ്ട് അവൾക്ക് ലീവ്. ഡ്രസ് മാറിക്കഴിഞ്ഞ് അവൾ കുറച്ചു നേരം റൂമിൽ തന്നെയായിരുന്നു. ഈശ്വര, ഞാൻ ഇനിയെന്നും ആ കലിപ്പൻ്റെ കൂടെ വേണമല്ലോ കോളേജിൽ പോകാനും വരാനും. എന്നെ കാത്തോണേ. മോളെ, റെഡിയായില്ലേ? ഇനിയും നിന്നാൽ വൈകും. താഴെ നിന്നും അമ്മയുടെ വിളി കേട്ടതും അവൾ എണീറ്റ് ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമായാണ് കോളേജിൽ പോകുന്നത്. അവൾ കഴുത്തിലെ താലിയിലേക്കും നെറുകിലെ സിന്ദൂരത്തിലേക്കും ഒന്ന് നോക്കി. അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു.
താഴെ എത്തുമ്പോൾ തന്നെയും കാത്ത് അക്ഷമനായി നിൽക്കുന്ന കാശി. ആദ്യ ദിവസം തന്നെ ഈ കളിപ്പന്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുമോ? അവൾ അവനെ നോക്കാതെ അവരോടൊക്കെ യാത്ര പറഞ്ഞു. അവൾ കാശിയുടെ കൂടെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യ നേരത്തെ പോയിരുന്നു. ലാവണ്ടർ കളർ ചുരിദാറായിരുന്നു അവൾ ധരിച്ചത്. പതിവ് പോലെ യാതൊരു അലങ്കാരവും മുഖത്തില്ല. അവൻ അവളെ നോക്കിയതേയില്ല. എവിടെ കയറണം എന്നാലോചിച്ച് അവൾ ഒരു നിമിഷം നിന്നു. അത് കണ്ടതും അവൻ കോ ഡ്രൈവർ സീറ്റിന്റെ ഡോർ തുറന്നു കൊടുത്തു. അവൾ കയറിയതും അവൻ വണ്ടി മുൻപോട്ടെടുത്തു. സീറ്റ് ബെൽറ്റ് ഇട്, അവൻ അവളെ നോക്കാതെ പറഞ്ഞു. ആദ്യമായിട്ടല്ലേ കൂടെ വരുന്നത്, ഒന്ന് നോക്കുകയെങ്കിലും ചെയ്തുകൂടെ? ഒന്നുമില്ലെങ്കിലും ഞാനിങ്ങേരുടെ ഭാര്യയല്ലേ, അവൾ മനസ്സിൽ നൊടിഞ്ഞു. അവൻ കാർ ഒരു സൈഡിലേക്ക് ഒതുക്കി. അവൾക്ക് മുൻപിലേക്ക് ആഞ്ഞു വന്നതും അവളൊന്ന് ഞെട്ടിപ്പോയി. നിനക്കെന്താ, ചെവി കേട്ടൂടെ? അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു. അത് കണ്ടതും അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവളുടെ നേർക്ക് വന്ന് സീറ്റ് ബെൽറ്റ് വലിച്ചു. അത്രയും തൊട്ടടുത്ത് അവന്റെ സാമീപ്യം അറിഞ്ഞതും അവൾ കണ്ണുകൾ ഇറുകെ ചിമ്മി. അവളുടെ പരിഭ്രമം കണ്ട് അവന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു.